ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്നും ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് ഉണ്ടാക്കുന്നത്. ഇത് നമ്മൾ പിൻട്രസ്റ്റിൽ കണ്ടത് തന്നെയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിനായിട്ട് ആവശ്യമുള്ളത് ഞാനിപ്പോൾ ഫ്ലെക്സ് ക്യൂക്കാണ് എടുത്തിട്ടുള്ളത്. ഫെവിക്യൂക്ക് ആയാലും കുഴപ്പമൊന്നുമില്ല, ഫെവിക്കോൾ ആയാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ കുറച്ച് ഐസ്ക്രീം സ്റ്റിക്സ് വേണം. അതിപ്പോൾ എൻ്റെ കയ്യിലുള്ളത് ഈ ഒരു വലുപ്പത്തിലുള്ളതാണ്. ഐസ്ക്രീം സ്റ്റിക്ക് എടുക്കുക, ഇത്രേ ഉള്ളൂ. അപ്പോൾ ഇത് ഞാൻ കുറച്ച് നാൾ മുന്നേ ഒന്ന് ഷോപ്പിങ്ങിന് പോയപ്പോൾ അവിടെ നിന്ന് വാങ്ങിച്ചിട്ടുള്ളതാണ്. ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് ഇവിടെ ഒരു യൂസും ഇല്ലാണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഞാൻ ഇതൊന്ന് പിൻട്രസ്റ്റിൽ കണ്ടത്. സംഭവം വളരെ എളുപ്പമാണ്. ഇത് ഒട്ടിച്ച് എടുക്കേണ്ട ആ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. ഒട്ടിച്ചെടുക്കുമ്പോൾ ഓർക്കുക, ഈ ഫെവിക്വിക്കും അതുപോലെ തന്നെ നമ്മുടെ ഫ്ലെക്സ് ക്വിക്കൊക്കെ യൂസ് ചെയ്യുന്നവർ ഇത് കയ്യിൽ ഒട്ടിപ്പിടിക്കാണ്ട് നോക്കുക. അത് എനിക്ക് പറ്റിയതാണ്. ഇത് കവന്നും പോയിട്ടുണ്ടായിരുന്നു. അപ്പം അതുപോലെ ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ഇത് നിരയായിട്ട് ഒട്ടിച്ചെടുക്കുക. ഈ ഒട്ടിച്ചെടുക്കുമ്പോഴത്തേക്ക് ഇച്ചിരി നേരം വെയിറ്റ് ചെയ്യണം. ഇത് ഞാൻ സ്പീഡാക്കി ഇട്ടേക്കുന്നതുകൊണ്ടാണ് നിങ്ങൾക്കിത് മനസ്സിലാവാത്തത്. ഇത് പെട്ടെന്നൊന്നും ഒട്ടില്ല, കുറച്ച് താമസമുണ്ട്. അപ്പോൾ അതേപോലെ നമ്മൾ ക്ഷമയോടെ വെയിറ്റ് ചെയ്ത് വേണം ചെയ്യാനായിട്ട്. ചിലപ്പോൾ നമ്മളിത് പൊക്കുമ്പോഴത്തേക്ക് അത് മൊത്തത്തിൽ ഉരുപ്പോരും. അപ്പോൾ ഒന്നും കൂടെ ഒട്ടിച്ചു കൊടുക്കുക. കാര്യം ഒട്ടും, ഒരു 3 സെക്കൻഡ് കഴിയുമ്പോൾ ഇത് ഒട്ടും. പക്ഷെ നമുക്ക് ആ ഒരു പേഷ്യൻസോടെ ഇരുന്നാലേ നമുക്ക് കിട്ടുള്ളൂ. പിന്നെ നമ്മുടെ ആ ഒരു വീടിൻ്റെ ഷേപ്പ് ഉണ്ടല്ലോ, മേൽക്കൂരയുടെ ഷേപ്പ്, അതുപോലെ എന്ന് വെച്ചാൽ ഞാനിത് 11 ഒട്ടിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ സെൻറ്ററിൽ വരുന്നതിൽ ഞാൻ ഈ ഒരു കോൺ പോലെ ഇങ്ങനെ വരച്ചെടുക്കുന്നുണ്ട്. അങ്ങനെ 2 സാധനം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. 2ലും ഞാനിത് കോൺ പോലെ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി വളരെ എളുപ്പമാണ്, പക്ഷേ വളരെ പാടുമാണ്. കാര്യം ഈ ഫസ്റ്റ് നമ്മളുണ്ടാക്കിയ ബേസ് ഇതിനകത്തോട്ട് ഒട്ടിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര പണിയാണ്. കാര്യം ഞാൻ കുറേയേറെ ടൈം എടുത്തത് അതിനാണ്. ബാക്കിയെല്ലാം ചെയ്യാൻ കുറച്ച് എളുപ്പത്തിൽ ഞാൻ ചെയ്തുവെങ്കിലും ഈ വീഡിയോയിൽ കാണുമ്പോൾ ഇത് 2 സെക്കൻഡ് കൊണ്ട് അവസാനിക്കുന്നുണ്ട്. പക്ഷേ ഒരു 4, 5, 6 മിനിറ്റോളം ഞാൻ ഇതിന് വേണ്ടി കളഞ്ഞിട്ടുണ്ടായിരുന്നു. അത്രയും പാടായിരുന്നു ഇതൊന്ന് ഒട്ടുവാൻ. പിന്നെ നമ്മൾ കുറച്ച് നേരം ഇങ്ങനെ പിടിച്ചിരിക്കേണ്ടി വന്നു. ആ പിടിച്ചിരിക്കുന്ന സമയത്ത് എൻ്റെ കൈ ഒട്ടിപ്പോയി. അപ്പം അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ടുണ്ട്. കുട്ടികൾ ചെയ്യുവാണെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കണം. ഈ ഫ്ലെക്സ് ക്യൂക്കൊന്നും അങ്ങനെ യൂസ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ പാരൻസൊക്കെ ഉള്ളപ്പോൾ യൂസ് ചെയ്യാം. അത് കഴിഞ്ഞ് സംഭവം ഇത്രേ ഉള്ളൂ. ഇത് ഒട്ടിക്കിട്ടിയാൽ നമ്മുടെ കാര്യം കഴിഞ്ഞു. ഇപ്പോൾ നമ്മുടെ ആ ഒരു ബേസ് സെറ്റായി. ഇനി നമുക്ക് ഒരു സ്ട്രെങ്ത്തിന് വേണ്ടി നമ്മൾ സ്റ്റേ പോലെ 2 എന്താ പറയുക, ബാംബു സ്റ്റിക്കും കൂടെ കൊടുക്കുന്നുണ്ട്. ഇത് നമ്മുടെ ഐസ്ക്രീം സ്റ്റിക്കല്ല കേട്ടോ, ഇതൊരു തരം ബാംബു സ്റ്റിക്കാണ്. ഇതും ഞാൻ അന്ന് ഷോപ്പിംഗ് വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇത് രണ്ടും ഒന്ന് ജസ്റ്റ് ഒന്ന് എന്താ പറയുക, ഫ്ലെക്സ് ക്യൂക്ക് കൊണ്ട് ഒട്ടിച്ചു കൊടുക്കുന്നത് 2 വെച്ച്. കണ്ടോ, ഇത് പെട്ടെന്ന് പറഞ്ഞു വരും. നമ്മളൊരു 3 സെക്കൻഡ് വെയിറ്റ് ചെയ്തെങ്കിൽ മാത്രമേ ഇതൊന്ന് ഒട്ടിപ്പിടിക്കുകയുള്ളൂ. ആ ഒരു പ്രശ്നം ഇതിനകത്തുണ്ടെങ്കിൽ ഉണ്ടെന്നേ ഉള്ളൂ. ബാക്കിയെല്ലാം നമുക്ക് പെട്ടെന്ന് ചെയ്യാവുന്നതേ ഉള്ളൂ. അതുപോലെ തന്നെ രണ്ടാമത്തും പിടിപ്പിച്ചെടുക്കുക. ഈ സൈഡിൽ കൂടുതലായിട്ട് നിൽക്കുന്ന ഭാഗം വേണമെങ്കിൽ നമുക്ക് കട്ട് ചെയ്ത് കളയാം, അല്ലെങ്കിൽ കുഴപ്പമില്ല. ഇപ്പോൾ എൻ്റെത് കുറച്ച് നീട്ടം കൂടുതലായിരുന്നു, പിന്നെ ഞാൻ കട്ട് ചെയ്തില്ല. അത് കട്ട് ചെയ്യണമെങ്കിൽ കട്ട് ചെയ്യാം, ഞാൻ കട്ട് ചെയ്തില്ല. നിങ്ങളത് എടുക്കുമ്പോഴത്തേക്കും ഒരേ വലുപ്പത്തിൽ എടുക്കുവാണെങ്കിൽ ഈ പ്രശ്നം ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ടിഷ്യൂ പേപ്പർ ഹോൾഡർ ഓൾമോസ്റ്റ് ശരിയായിട്ടുണ്ട്. അപ്പോൾ ഇതിനൊരു ചരിവുള്ളത് കൊണ്ട് ഞാൻ ഇങ്ങനെ ജസ്റ്റ് ഒട്ടുന്ന സമയം കൊണ്ട് ഒന്ന് നേരെ ഇരിക്കാൻ വേണ്ടി ഞാൻ കുറച്ച് നേരത്തേക്ക് മാത്രം ഇതൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. വേണമെങ്കിൽ നമ്മുടെ 2 സൈഡും കവർ ചെയ്തെടുക്കാം, അതെല്ലാം നമ്മുടെ ഇഷ്ടമാണ്. അപ്പോൾ ഞാനിത് കവർ ചെയ്യാനൊന്നും ആഗ്രഹിക്കുന്നില്ല, സോ ഞാൻ അങ്ങനെ തന്നെ വെച്ചു. അപ്പം നമ്മുടെ ടിഷ്യൂ പേപ്പർ ഹോൾഡർ ഓൾമോസ്റ്റ് ശരിയായി. ഇനി നമുക്ക് ചെയ്യേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ വേണ്ടവർക്ക് കളർ കൊടുക്കാം. എനിക്ക് ഇങ്ങനെ തന്നെ കാണാനാണ് ഇഷ്ടം. ആ ഒരു നാച്ചുറൽ ഭംഗിയിൽ തന്നെ നിൽക്കാൻ വേണ്ടിയിട്ട് ഞാൻ കളറൊന്നും കൊടുക്കുന്നില്ല. അതിന് പകരമായിട്ട് നമ്മുടെ ക്ലിയർ വാർണിഷൊക്കെ ഉള്ളവർക്ക് അത് അടിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ കുറച്ച് വെള്ളത്തിൽ ഫെവിക്കോൾ ആഡ് ചെയ്തിട്ട് ഇത് മൊത്തത്തിലൊന്ന് അടിച്ചു കൊടുക്കുകയാണ്. അത് അടിച്ചു കൊടുക്കുന്നതിൻ്റെ 2 യൂസ് എന്ന് പറഞ്ഞാൽ, ഒന്നാമത്തെ യൂസ് ഇതെല്ലാം ഒന്ന് പരസ്പരം അങ്ങോട്ട് ഒട്ടിപ്പിടിച്ചിരിക്കും. രണ്ടാമത്തെന്ന് പറഞ്ഞാൽ നമ്മളൊരു പ്രത്യേക ഒരു ഗ്ലേസിങ് കിട്ടും. അത് നമുക്ക് വാർണിഷ് അടിച്ചു കൊടുത്താലും മതി. വാർണിഷ് എന്നല്ല അതിന് പറയുന്നത്, ആ ക്ലിയർ കളറിലെ അത് അടിച്ചു കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാനിപ്പോൾ ഫെവിക്കോൾ ഉള്ളത് കൊണ്ടിട്ട് ഞാൻ അതാണ് അടിച്ചു കൊടുക്കുന്നത്. അത് നമ്മുടെ ഇഷ്ടമാണ് ഏത് അടിച്ചു കൊടുക്കണമെന്ന്. വേണ്ടവർക്ക് നല്ല പേസ്റ്റൽ കളേഴ്സൊക്കെ കൊടുക്കണം. കുറച്ചുകൂടെ ക്യൂട്ടാകണമെങ്കിൽ നല്ലൊരു ബേബി പിങ്ക് കളറൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഭംഗിയാവും. അതിനും പോരാഞ്ഞിട്ട് നമുക്ക് ഈ ലാസ്റ്റ് ഒട്ടിച്ചിരിക്കുന്ന ആ ബാംബു സ്റ്റിക്കയിൽ വല്ല റൈറ്റിങ്സ് വേണമെങ്കിൽ കൊടുക്കാം, വല്ല സ്റ്റിക്കേഴ്സ് വേണമെങ്കിൽ ഒട്ടിക്കാം. അതെല്ലാം നമ്മുടെ ഇഷ്ടം കേട്ടോ. ഇത് ഓൾമോസ്റ്റ് എല്ലാ സ്ഥലത്തും നമ്മളിത് അടിച്ചു കൊടുക്കുന്നുണ്ട്. കാര്യം ഇതൊന്ന് സ്റ്റിഫായിട്ട് നിൽക്കാനും അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സപ്പോർട്ടിന് വേണ്ടിയാണ് നമ്മളിപ്പോൾ ഈ ഫെവിക്കോൾ അടിച്ചു കൊടുത്തിട്ടുള്ളത്.
അപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് എല്ലാം കവർ ചെയ്ത് എല്ലായിടത്തും അടിച്ചെടുത്തിട്ടുണ്ട്. ഇതിനി ഒന്ന് ഡ്രൈ ആയിട്ട് ഇതിൻ്റെ ആഫ്റ്റർ ലുക്ക് നമുക്കൊന്ന് കാണാം. ഇങ്ങനെ ഇരിക്കും കേട്ടോ നമ്മുടെ ടിഷ്യൂ പേപ്പർ ഹോൾഡറിൻ്റെ ഔട്ട്ലുക്ക് ഇങ്ങനെയാണ്. ഇത് വളരെ ക്യൂട്ടാണ് കേട്ടോ, കാണാൻ നല്ല രസമാണ്. അപ്പം നിങ്ങൾക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളും ചെയ്ത് നോക്കുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനൊക്കെ അയച്ചു കൊടുക്കുക. അതുപോലെ തന്നെ ഇപ്പോഴും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.